വിശ്വാസികളാൽ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ ദൈവം, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെ പാപങ്ങളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനി തളിക്കണമേ. കർത്താവും പാദത്തിനാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, ക്രോധവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരമായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബ്ദുൽ സുബ്ഹാനഹു. നീ പ്രകൃതിയ ഉത്തമനും വിശുദ്ധന്മാർക്ക് കൃപയോടെ പരിശുദ്ധത നൽകുന്നവരുമാകുന്നു. രഹസ്യപൂർണമായ മാളികയിൽ വെച്ച് പാപപരിഹാരം നൽകുന്ന നിന്റെ ശരീരം നിന്റെ ശിഷ്യന്മാർക്ക് നീ നൽകി. സകല വിശ്വാസികൾക്കും പാപപരിഹാരപ്രദമായ നിന്റെ രക്തം നീ പകർന്നു കൊടുത്തു. എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രകാരം ചെയ്യുമെന്ന് നിന്റെ ശിഷ്യന്മാരോട് നീ കൽപ്പിക്കുകയും ചെയ്തു. കർത്താവേ, അയോഗ്യനായ എന്നെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി നിന്റെ മഹാകരുണയാൽ നീ വിളിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. ആകയാൽ ദൈവികവും ആത്മികവുമായ ബലിയിൽ ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ആനന്ദഭരിതരായ പ്രകാരം പറയുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക ബലി ഇതാകുന്നു. ഞങ്ങളുടെ കടനങ്ങൾ വെടിപ്പാക്കപ്പെടുകയും ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവിക ബലിയാകുന്നു. പൂർണ്ണന്മാർ തന്മൂല സ്വർഗ്ഗത്തിലേക്ക് ഉയരുന്ന ദൈവിക ബലിയിലാകുന്നു. ലോകത്തിന് ജീവന് വേണ്ടി രക്തം കൂടാതെ അർപ്പിക്കപ്പെടുന്ന ദൈവിക ബലിയിലാകുന്നു. ഹാവേൽ തന്റെ സ്വീകാര്യോഗ്യമായ ബലി മൂലം ഏതൊരു നിഷ്കളങ്ക ബലിയെ സൂചിപ്പിച്ചുവോ ആ ദൈവിക ബലിയിലാകുന്നു. വിശ്വാസികളും രക്ഷിതാരുമായ ഞങ്ങൾക്ക് സ്വർഗീയ വാഗ്ദാനങ്ങളുടെ സങ്കരസ്ഥാനം നിർദ്ദേശിച്ചു തന്ന ദൈവിക ബലിയിലാകുന്നു. ഞങ്ങളുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും രക്ഷയുടായത് പ്രദാനം ചെയ്ത ദൈവിക ബലിയിലാകുന്നു. പാപികളുടെ കുറ്റങ്ങളും പാപങ്ങളും തന്മൂലം ക്ഷമിക്കപ്പെടുന്നതായ ദൈവിക ബലിയിലാകുന്നു. കർത്താവ് നല്ലവനാകുന്നു നിർവചിച്ചറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യാത്മ ദീർഘദർശിയായ ദാവീദ് സൂചിപ്പിച്ച ദൈവിക ബലിയിലാകുന്നു. മഹാപുരോഹിതനായ യൂസോദോക്കിന്റെ പുത്രൻ യോശുവ ദീർഘദർശി ഏതൊന്നിനാൽ തന്റെ മാലിന്യ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞു ആ ദൈവിക ബലിയിലാകുന്നു. യേശയ്യാ ദീർഘദർശിക്ക് നിക്ഷേപമായി അഗ്നികൂടലുകൾ കൊണ്ട് നൽകപ്പെട്ട ദൈവിക ബലിയിലാകുന്നു. മഹാപ്രധാന ആചാരനായ മൽക്കീസേദെക്ക് അർപ്പിച്ച അപ്പവും വീഞ്ഞും മൂലം ഏതൊരു നിർമ്മല ബലിയെ സൂചിപ്പിച്ചുവോ ആ ദൈവിക ബലിയിലാകുന്നു. സന്ധ്യാസമയത്ത് അർക്കപ്പെട്ട കുഞ്ഞാട് മൂലം കർത്താവിന്റെ ദീർഘദർശി ഏതൊന്നിന്റെ ദൃഷ്ടാന്തം കാണിച്ചുവോ ആ ദൈവിക ബലിയിലാകുന്നു. സകല നീതിമാന്മാരും പുണ്യവാന്മാരും പ്രത്യക്ഷമായി കാണുവാൻ കാക്ഷിച്ചിട്ടും കഴിയാതെ പോയ ദൈവിക ബലിയിലാകുന്നു. വീണ്ടും ജനനം പ്രാപിച്ച ജാതിയുടെ കടങ്ങൾ
യാതൊന്നിനാൽ പരിഹരിക്കപ്പെടുകയും കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്തു. ആ ദൈവിക ബലിയിലാകുന്നു പരിശുദ്ധമായ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യുന്ന ദൈവിക ബലിയിലാകുന്നു. ദീർഘദർശന്മാരിൽ തലവനായ മോശ മേശമേൽ സൂക്ഷിച്ചു പോന്നിരുന്ന കാഴ്ചയപ്പം മൂലം സൂചിപ്പിച്ചതായ ദൈവിക ബലിയിലാകുന്നു. അഗ്നിമയന്മാരുമായ ക്രോപേന്മാരും ശ്രോപ്പേന്മാരും ഏതൊന്നിന്റെ മുമ്പാകെ പുറച്ചുകൊണ്ട് നിൽക്കുന്നുവോ ആ ദൈവിക ബലിയിലാകുന്നു. പിതാവിനോടും ഏകപുത്രനോട് വന്നായിരിക്കുന്ന പരിശുദ്ധ രൂഹ ആവസിച്ച് ഏതൊന്നിനെ ശുദ്ധീകരിക്കുന്നുവോ ആ ദൈവിക ബലിയിലാകുന്നു. അനാദിത്യമായ പിതാവ് പൂർത്തിയാക്കുകയും വാത്സല്യപുത്രൻ അനുഷ്ഠിക്കുകയും പരിശുദ്ധ രൂഹ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ദൈവിക ബലിയിലാകുന്നു. ദൈവിക തത്വത്തിന്റെ മധ്യവർത്തിയായവൻ തന്റെ തിരുമേനിയുടെ കഷ്ടാനുഭവങ്ങൾ മൂലം നിർവഹിച്ചതായ ആ ദൈവിക ബലിയിലാകുന്നു. ഞങ്ങളുടെ വിശ്വാസികളായ ഞങ്ങൾ മരിച്ചുപോയവരും പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെ ശ്രേഷ്ഠമായ മഹത്വത്തിനും സമൃദ്ധിയായ നന്മകൾക്ക് മറക്കാറായി തീരണമേ. ബലഹീനരും പാപികളുമായി ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ രൂപത്തോടുകൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നു. ഹോശോ വകുല സുഭാല